ഹലോ അസ്സലാമു അലൈക്കും ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രീ ഫാഷൻ ഡിസൈൻ കോഴ്സിലെ ക്ലാസ്സുകളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേത് നമ്മളെ ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ്സാണ്. ബീഡ്സ് വർക്കിലെ 6ാമത്തെ ക്ലാസ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. തംബ്നെയിൽ കാണിച്ചിട്ടുള്ള ഫോട്ടോ ഉണ്ടല്ലോ, അങ്ങനത്തെ ഡിസൈനാണ് കേട്ടോ നമ്മളിതിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തും. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തംബ്നെയിൽ കണ്ട ഡിസൈൻ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എംബ്രോയ്ഡറി ത്രെഡ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എംബ്രോയ്ഡറി ത്രെഡിൽ നിന്നും 6 ത്രെഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ആ മുഴുവൻ ത്രെഡായിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ സ്വീക്കൻസ് ആവശ്യമുണ്ട്. പിന്നെ ഷുഗർ ബീഡും അതുപോലെ ഹാഫ് ബീഡും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഷുഗർ ബീഡും ഹാഫ് ബീഡും നമ്മൾ എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറാണ്. പിന്നെ സ്വീക്കൻസ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ കളറാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്ന് നോക്കി നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പോപ്പിളിൻ്റെ ക്ലോത്താണ് കേട്ടോ. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്ത് പഠിക്കുന്നവരൊക്കെ പോപ്പിളിൻ്റെ ക്ലോത്തിൽ ചെയ്ത് പഠിക്കായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുക. അപ്പോൾ നമ്മൾ പോപ്പിളിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 7 ഇഞ്ചിൻ്റെ ഫ്രെയിമും കൂടെ എടുത്തിട്ട് ക്ലോത്ത് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മളിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണാൻ നമ്മളെ ചാനലുണ്ടാവും കേട്ടോ വീഡിയോസൊക്കെ. പിന്നെ അതൊരു എംബ്രോയ്ഡറി സ്റ്റാൻഡിലേക്ക് ഈ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ സൂചി മുകളിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം ഒരു ഹാഫ് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി, എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് പിസ്റ്റൽ സ്റ്റിച്ചാണ് കേട്ടോ. പിസ്റ്റൽ സ്റ്റിച്ചും അതുപോലെ അത് ബീഡ് വെച്ചിട്ട് ചെയ്യുന്നതും ബീഡ് വെച്ചിട്ട് നമ്മൾ നോർമലാക്കിയിട്ട് ചെയ്യുന്ന സ്റ്റിച്ചും അങ്ങനെയൊക്കെയാണ് നമ്മളിതിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. എന്നിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഫോട്ടോസൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൽ വരുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നീഡിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നീഡിലിൻ്റെ നൂലിടുന്ന ഭാഗം ഉണ്ടല്ലോ, അതിലൂടെ 6 നൂലും കൊള്ളണം. പിന്നെ അതുപോലെ ഷുഗർ ബീഡ് ഇടാനും പറ്റണം കേട്ടോ. അങ്ങനത്തെ നീഡിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈന് വരച്ചെടുത്തിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ലൈനിലാണ് നമ്മൾ ഹാഫ് ബീഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ലൈനിൽ സെൻറ്റർ ആക്കിയിട്ട് നമ്മൾ 2 സ്വീക്വൻസ് ഇതുപോലെ അങ്ങനെയാണ് വരിക. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും 2 സ്വീക്വൻസ് ഇങ്ങനെ വെക്കും. അങ്ങനെ 4 സ്വീക്വൻസിൻ്റെ ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. നമുക്ക് ബോർഡർ സ്റ്റിച്ചായിട്ടൊക്കെ യൂസ് ചെയ്യാം. നെക്കിലും അതുപോലെ സ്ലീവിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, ഷാളിൽ യൂസ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ഒരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മൾ വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് വരാം. ഇതെല്ലാവരും മോട്ടിഫിൽ മാത്രമല്ല ഡ്രസ്സിലും അതുപോലെ അങ്ങനത്തെ ഐറ്റംസിലൊക്കെ ചെയ്ത് നോക്കി നോക്കുക, ഷാളിലൊക്കെ ചെയ്ത് നോക്കി നോക്കുക. എന്നിട്ട് ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ.